Hello everyone, welcome to AMBILY'S Phonetics. It's me Ambili and this is our 19th session on phonetics. In the last class we learned rhythm. In this session you can learn about pitch and intonation in English. ഇംഗ്ലീഷ് സ്പീച്ചിൽ റിതം സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതേപോലെ പിച്ചും ഇൻറ്റോണേഷനും പരസ്പരം റിലേറ്റഡ് ആണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നെക്സ്റ്റ് സുപ്രാസെഗ്മെൻ്റൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള പിച്ച് എന്താണ്, ഇൻറ്റോണേഷൻ എന്താണ് എന്നൊക്കെ പഠിക്കാം. ടുഡേ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ഈസ് ഇൻറ്റോണേഷൻ, ഹൗ ഇമ്പോർട്ടൻ്റ് ഈസ് ഇൻറ്റോണേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻറ്റോണേഷൻ ആൻഡ് വേരിയസ് ഫങ്ഷൻസ് ഓഫ് ഇൻറ്റോണേഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. Now let's look at what is intonation. ആദ്യം തന്നെ നമുക്ക് ഡാനിയൽ ജോൺസിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ആരാണ് ഡാനിയൽ ജോൺസ്? ഹി വാസ് എ ലണ്ടൻ ബോൺ ബ്രിട്ടീഷ് ഫൊണറ്റീഷ്യൻ. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ വാട്ട് ഈസ് ഇൻറ്റോണേഷൻ? ഡാനിയൽ ജോൺസ് ഡിഫൈൻസ് intonation as the variations which take place in the pitch of the voice in connected speech. അതായത് ഒരു ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഒരു സ്പീച്ച്, അതുമല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ, ഇതിൽ നമ്മുടെ പിച്ച് ഓഫ് ദി വോയിസിൽ വരുന്ന വേരിയേഷൻസിനാണ് ഇൻറ്റോണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പിച്ച് ഡിനോട്ട്സ് ദി ലെവൽ ഓഫ് വോയിസ്. ദാറ്റ് മീൻസ് ഇൻ കണക്റ്റഡ് സ്പീച്ച് ദി പിച്ച് ഓഫ് ദി വോയിസ് ഈസ് കണ്ടിന്യൂസ്ലി റേസ്ഡ് ഓർ ലോവേഡ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വോയിസിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ചില ഉയർച്ച താഴ്ചകളുണ്ടാവും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ വോയിസ് അല്പം കൂട്ടിയും ചില സന്ദർഭങ്ങളിൽ വോയിസ് അല്പം കുറച്ചും ഒക്കെ സംസാരിക്കും. അപ്പോൾ പിച്ചിൽ വരുന്ന ഈ ഒരു വേരിയേഷനാണ് ഇൻറ്റോണേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻറ്റോണേഷൻ ഈസ് ദി റൈസ് ആൻഡ് ഫോൾ ഓഫ് യുവർ വോയിസ് വെൻ സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വോയിസിൽ വരുന്ന ഈ ഉയർച്ച താഴ്ചകൾക്കാണ് ഇൻറ്റോണേഷൻ എന്ന് പറയുന്നത്. ഇനി പിച്ച് ഓഫ് ദി വോയിസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് നോക്കാം. The pitch of the voice depends on the frequency at which vocal cords vibrate. വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പിച്ചിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ഫ്രീക്വൻസി വി മീൻ ദി നമ്പർ ഓഫ് ടൈംസ് ദി വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് പെർ സെക്കൻഡ്. ദി ഫാസ്റ്റർ ദി വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ദി ഹയർ വിൽ ബി ദി പിച്ച്. വോക്കൽ കോഡ്സ് ഫാസ്റ്റായിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പിച്ചും ഹയർ ആയിരിക്കും. അതായത് വോക്കൽ കോഡ്സിൻ്റെ വൈബ്രേഷൻ കൂടുമ്പോൾ പിച്ച് കൂടും, വോക്കൽ കോഡ്സിൻ്റെ വൈബ്രേഷൻ കുറയുമ്പോൾ പിച്ച് കുറയും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് അറ്റ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആൻഡ് ദസ് വോയിസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പിച്ചസ്. അതായത് വോക്കൽ കോഡ്സ് വ്യത്യസ്തമായ ഫ്രീക്വൻസീസിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ദിസ് കൈൻഡ് ഓഫ് റേസിംഗ് ഓർ ലോവറിംഗ് ഓഫ് ദി പിച്ച് ഓഫ് ദി വോയിസ് ഇൻ കണക്റ്റഡ് സ്പീച്ച് ഈസ് കോൾഡ് ഇൻറ്റോണേഷൻ. ഓക്കെ, സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് ദി മ്യൂസിക് ഓഫ് സ്പീച്ച്. ഇനി നമുക്ക് ഇൻറ്റോണേഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രമാറ്റിക്കൽ ഫങ്ഷൻ. ആദ്യം തന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ഷീ ഈസ് ഡാൻസിങ്. ഷീ ഈസ് ഡാൻസിങ്. ഓക്കെ, ഒരേ സെൻറ്റൻസ് തന്നെ ഞാൻ രണ്ട് രീതിയിൽ, അതായത് രണ്ട് പിച്ചിൽ സംസാരിച്ചു, ഒരേ സെൻറ്റൻസ് തന്നെ. അപ്പോൾ ആദ്യത്തേത് നിങ്ങൾക്കറിയാം, ഷീ ഈസ് ഡാൻസിങ് എന്നത് ഒരു ഓർഡിനറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഷീ ഈസ് ഡാൻസിങ്, ഞാൻ പിച്ച് ഒന്ന് മാറ്റി പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് അതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഒരു റിട്ടൺ ലാംഗ്വേജിൽ നമുക്ക് എപ്പോഴും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ അതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക, അതേപോലെ ഒരു സ്ട്രെസ് ആണെങ്കിൽ സ്ട്രെസ്സിൻ്റെ മാർക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഒരു സ്പോക്കൺ ലാംഗ്വേജിൽ, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സംഭവമൊക്കെ ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പോഴാണ് നമ്മൾക്ക് ഈ പിച്ചിൻ്റെ ആവശ്യം മനസ്സിലാകുന്നത്.
അപ്പോൾ നമ്മുടെ സംസാരത്തിലുള്ള ആ പിച്ചിൽ വരുന്ന ആ വേരിയേഷൻസിലൂടെയാണ് ഒരു സ്പീക്കർ സംസാരിക്കുന്നത് ലിസണർക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ലാക്ക് ഓഫ് ദി റൈറ്റ് പിച്ച് വുഡ് ഓൾവേസ് കൺഫ്യൂസ് ബോത്ത് ദി സ്പീക്കർ ആൻഡ് ദി ലിസണർ. ഓക്കെ, കറക്റ്റായിട്ടുള്ള പിച്ച് അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു സ്പീക്കറേയും ലിസണറേയും തമ്മിൽ സ്പീക്കർക്കും ലിസണർക്കും അത് കറക്റ്റായ രീതിയിൽ അതിൻ്റെ മീനിങ് ഗ്രഹിക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സെൻറ്റൻസിൽ ഞാൻ റൈറ്റ് പിച്ച് യൂസ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് ഒരു ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ ഒരു ഓർഡിനറി സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇതാണ് ഇൻറ്റോണേഷൻ്റെ ഗ്രമാറ്റിക്കൽ ഫങ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡിനൽ ഫങ്ഷൻ. Another function of intonation is to express emotions or attitudes of the speaker. അതായത് ഒരു സ്പീക്കർ സംസാരിക്കുമ്പോൾ ആ സ്പീക്കറുടെ ഉള്ളിലെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലെങ്കിൽ മൂഡ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ പിച്ച് കൂട്ടിയും കുറച്ചും വോയിസിൽ വേരിയേഷൻസ് വരുത്തുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്പീക്കറും ലിസണറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈസി ആവുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വി ഓഫൺ ലോവർ അവർ പിച്ച് വെൻ സാഡ് ആൻഡ് റേസ് ഇറ്റ് വെൻ എക്സൈറ്റഡ്. അതായത് നമ്മൾ എക്സൈറ്റഡ് ആകുന്ന സമയത്ത് നമ്മൾ പിച്ച് കൂട്ടുന്നു, അതേസമയം നമ്മൾ സാഡായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ പിച്ച് കുറച്ചുമാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് ഫങ്ഷൻസ് ഓർക്കുക. ഇനി നമുക്ക് ഇൻറ്റോണേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. Intonation creates meaning. This is important in English communication because sentences may vary in meaning depending on the intonation. Intonation ബേസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു വേർഡിൻ്റെ മീനിങ്ങിൽ തന്നെ ചേഞ്ച് വരാം. അതായത് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് ഇൻറ്റണേഷനാണ് യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ സെയിം വേർഡ് അല്ലെങ്കിൽ സെയിം സെൻറ്റൻസ് ആണെങ്കിൽ പോലും ആ ഒരു ഡിഫറെൻറ്റ് ഇൻറ്റണേഷൻ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് മീനിങ് ഉണ്ടാവുന്നു. ഓക്കെ, എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, നമുക്ക് റിയലി എന്ന വേർഡ് എടുക്കാം. ഡിഫറെൻറ്റ് ഇൻറ്റണേഷൻ യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഈ റിയലി എന്ന വേർഡ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എക്സൈറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ റിയലി എന്ന വേർഡ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? റിയലി അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക. അതേസമയം അനോയ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ റിയലി എന്നാണ് ചോദിക്കുക. ദെൻ നമ്മൾ സർപ്രൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ റിയലി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഈ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഡിഫറെൻറ്റ് ടോൺ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻറ്റണേഷനാണ് നമ്മൾ ഒരേ വേർഡിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു മലയാളം എക്സാമ്പിൾ നോക്കാം. നിൻ്റെ അഭിനയം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് മീനിങ് ആണ്. അതേസമയം നിൻ്റെ അഭിനയം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് മീനിങ് അല്ലെങ്കിൽ സർക്കാസത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സർക്കാസം എന്ന് പറഞ്ഞാൽ ഒരു പുച്ഛഭാവത്തെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറണിക്കാണ് സർക്കാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഇൻറ്റണേഷൻ യൂസ് ചെയ്യുന്നതിലൂടെ ഒരു സ്പീക്കറിൻ്റെ വ്യത്യസ്ത മനോഭാവങ്ങളെ, അതായത് ഫീലിങ്സിനെ, അപ്പോൾ ആ ഒരു വ്യക്തി, ആ ഒരു സ്പീക്കർ ഏത് സിറ്റുവേഷനിലാണോ, അതായത് ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനാണോ, സാഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണോ, അതോ അനോയ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണോ, എക്സൈറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണോ, അതോ സർപ്രൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണോ എന്നൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരു ലിസണർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഒരു കാര്യം കൂടി ഓർക്കണം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു ലിസണർ സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് പരിചയമുള്ള ആൾക്കാരോട്, അതേപോലെ അൺനോൺ ആയിട്ടുള്ള ആൾക്കാരോട്, അതേപോലെ ചെറിയ കുട്ടികളോട് അല്ലെങ്കിൽ മുതിർന്നവരോട് ഒക്കെ സംസാരിക്കുമ്പോൾ ഡിഫറെൻറ്റ് ടോൺ ആയിരിക്കും ആ വ്യക്തി യൂസ് ചെയ്യുക. ഓക്കെ, അവിടെയൊക്കെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടോൺ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻറ്റണേഷൻ യൂസ് ചെയ്യുന്നതിലൂടെ ആ ഒരു സംസാര രീതിയിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് ഇൻറ്റണേഷൻ ഈസ് എ വെരി പവർഫുൾ ടൂൾ.
അപ്പോൾ ഇൻറ്റണേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്കൊന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. ഇൻറ്റണേഷൻ ഡിസ്ക്രൈബ്സ് ഹൗ ദി വോയിസ് ഫോൾസ് ഓർ റൈസസ് ഇൻ സ്പീച്ച്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻറ്റണേഷൻ അല്ലെങ്കിൽ വേരിയസ് പാറ്റേൺസ് ഓഫ് ഇൻറ്റണേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. There are mainly two types of intonation patterns in English. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മെയിനായിട്ട് വരുന്ന രണ്ട് ഇൻറ്റണേഷൻ പാറ്റേൺസ് ആണ് റൈസിംഗ് ഇൻറ്റോണേഷൻ ആൻഡ് ഫോളിംഗ് ഇൻറ്റോണേഷൻ. ഈ റൈസിംഗ് ഇൻറ്റോണേഷനും ഫോളിംഗ് ഇൻറ്റോണേഷനും അല്ലാതെ ചില ഇൻറ്റോണേഷൻ പാറ്റേൺസും കൂടിയുണ്ട്. അതായത് റൈസ് ഫോൾ ഇൻറ്റോണേഷൻ, ഫോൾ റൈസ് ഇൻറ്റോണേഷൻ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റൈസിംഗ് ഇൻറ്റോണേഷനെ പറ്റിയും ഫോളിംഗ് ഇൻറ്റോണേഷനെ പറ്റിയാണ്. അതാണ് മെയിനായിട്ടുള്ള ടു ഇൻറ്റോണേഷൻ പാറ്റേൺസ്. ഇതുകൂടാതെ നമ്മൾ റൈസ് ഫാൾ ഇൻറ്റോണേഷൻ എന്താണെന്ന് കൂടി പറയുന്നുണ്ട്. കാരണം ഈ ഒരു റൈസ് ഫാൾ ഇൻറ്റോണേഷൻ വരുന്ന സെൻറ്റൻസുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈസിംഗ് ഇൻറ്റോണേഷനും ഫോളിംഗ് ഇൻറ്റോണേഷനും എങ്ങനെ മാർക്ക് ചെയ്യാമെന്നാണ്. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു റെഡ് കളർ ലൈനും ഒരു ബ്ലൂ കളർ ലൈനും കാണാം. ഇതിൽ റെഡ് കളർ ലൈൻ, അതായത് ഇങ്ങനെ വരുന്ന ഈ ഒരു സിമ്പൽ, അതാണ് ഫോളിംഗ് ഇൻറ്റോണേഷനെ സൂചിപ്പിക്കുന്നത്. ദെൻ ബ്ലൂ കളർ ലൈനിൽ വരുന്നത്, ഇങ്ങനെ വരുന്നത്, അത് റൈസിംഗ് ഇൻറ്റോണേഷനെ സൂചിപ്പിക്കുന്നു. ഇതിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ആരോ മാർക്ക് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു വര കൊടുത്താൽ മതി. ഓക്കെ, ഒരു സ്ലാൻഡിങ് ലൈൻ. ഓക്കെ, ഇനി നമുക്ക് റൈസിംഗ് ഇൻറ്റോണേഷൻ, ഫോളിംഗ് ഇൻറ്റോണേഷൻ ഓരോന്നിനെ പറ്റിയും സെപ്പറേറ്റ് പഠിക്കാം. അതിൻ്റെ യൂസസും നോക്കാം. ഓക്കെ, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഓരോ ഇൻറ്റോണേഷനെ യൂസ് ചെയ്യുന്നതെന്നും പഠിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഫോളിംഗ് ഇൻറ്റോണേഷൻ എന്താണെന്ന് നോക്കാം. Following intonation describes how the voice falls on the final stressed syllable of a sentence. ഒരു സെൻറ്റൻസിൽ അവസാനം വരുന്ന സ്ട്രെസ്ഡ് സിലബിളിൽ വോയിസ് താഴ്ന്നു വരുമ്പോഴാണ് ഫോളിംഗ് ഇൻറ്റോണേഷൻ യൂസ് ചെയ്യുക. ഇനി റൈസിംഗ് ഇൻറ്റോണേഷൻ എന്താണെന്ന് നോക്കാം. റൈസിംഗ് ഇൻറ്റോണേഷൻ ഡിസ്ക്രൈബ്സ് ഹൗ ദി വോയിസ് റൈസസ് അറ്റ് ദി എൻഡ് ഓഫ് എ സെൻറ്റൻസ്. ഫോളിംഗ് ഇൻറ്റോണേഷൻ പോലെ തന്നെ ഒരു സെൻറ്റൻസിൻ്റെ അവസാനത്തെ സ്ട്രെസ്ഡ് സിലബിളിൽ നമ്മുടെ വോയിസ് ഉയർന്നു വരുമ്പോഴാണ് അതിന് റൈസിംഗ് ഇൻറ്റോണേഷൻ എന്ന് പറയുന്നത്. വോയിസ് താഴ്ന്നു വരുമ്പോൾ ഫോളിംഗ് ഇൻറ്റോണേഷനും വോയിസ് ഉയർന്നു വരുമ്പോൾ റൈസിംഗ് ഇൻറ്റോണേഷനും ആണ്. ഒരു സെൻറ്റൻസിൻ്റെ ഫൈനൽ സ്ട്രെസ്ഡ് സിലബിൾ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു വേർഡിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ അവസാനത്തെ വേർഡ് അല്ലെങ്കിൽ അവസാനത്തെ സിലബിൾ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ഒരു സ്ട്രെസ്ഡ് സിലബിൾ ആയിരിക്കണം. അപ്പോൾ കണ്ടൻറ് വേർഡ്സിനാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കാറുള്ളതെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഫൈനൽ വേർഡായിട്ട് വരുന്നത് ഒരു കണ്ടൻറ് വേർഡാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ആ കണ്ടൻറ് വേർഡിലാണ് സ്ട്രെസ് വരുന്നത്, അവിടെയാണ് നമ്മൾ റൈസ് അല്ലെങ്കിൽ ഫോൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ഫോളിംഗ് ഇൻറ്റോണേഷൻ്റെയും റൈസിംഗ് ഇൻറ്റോണേഷൻ്റെയും റൂൾസ് പഠിക്കാം. ദർ ആർ റൂൾസ് ബട്ട് ദി റൂൾസ് ആർ നോട്ട് 100% ഫിക്സ്ഡ്. ആ കാര്യം ഓർക്കണം. എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി റൂൾസിലേക്ക് പോകാം. ആദ്യം തന്നെ ഫോളിംഗ് ഇൻറ്റോണേഷൻ്റെ റൂൾസ് നോക്കാം. ഫോളിംഗ് ഇൻറ്റോണേഷൻ്റെ ഫസ്റ്റ് യൂസ് നോക്കാം. ഫോളിംഗ് ഇൻറ്റോണേഷൻ ഈസ് യൂസ്ഡ് ഇൻ ഓർഡിനറി സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓർഡിനറി സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോൾ ഫോളിംഗ് ഇൻറ്റോണേഷനാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, മീനു ലൈക്സ് ഡാൻസിങ്. മീനു ലൈക്സ് ഡാൻസിങ് എന്ന വേർഡിൽ ഡാൻസിങ് എന്ന അവസാനത്തെ വേർഡ്, ഫൈനൽ വേർഡ് വരുമ്പോൾ അതിൻ്റെ പിച്ച്, വോയിസിലെ പിച്ച് താണാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൽ ഫോളിംഗ് ഇൻറ്റോണേഷൻ യൂസ് ചെയ്തിരിക്കുന്നു. അനദർ എക്സാമ്പിൾ, ഹി ലൈക്സ് ടു പ്ലേ ക്രിക്കറ്റ്. ദെൻ സെക്കൻഡ് യൂസ്, ഫോളിംഗ് ഇൻറ്റോണേഷൻ ഈസ് യൂസ്ഡ് ഇൻ WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻസ് ദാറ്റ് ബിഗിൻ വിത്ത് ഹു, വെയർ, വെൻ, വൈ, വാട്ട് ആൻഡ് ഹൗ. ഇതിനാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ WH ക്വസ്റ്റ്യൻസ്, ഈ WHൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫോളിംഗ്
ഇൻറ്റോണേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വൈ ആർ യു ലേറ്റ്? വൈ ആർ യു ലേറ്റ്? അവിടെ ലേറ്റ് എന്ന വേർഡ് വരുമ്പോഴത്തേക്കും അവിടെ ഫാളിംഗ് ഇൻറ്റോണേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ പിച്ച് ലെവൽ താണു വരുന്നു. ദെൻ വെയർ ആർ യു ഗോയിങ്? വെയർ ആർ യു ഗോയിങ്? അവിടെ ഗോയിങ് വരുമ്പോഴേക്കും വോയിസ് താണാണ് വരുന്നത്. ഓക്കെ. ദെൻ തേർഡ് യൂസ്, falling intonation is used in commands. For example, get out. Get out. അവിടെ ഔട്ട് എന്ന വേർഡ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവിടെ വോയിസിൽ പിച്ച് ലെവൽ താണു വരുന്നു. ദെൻ ഓപ്പൺ ദി ഡോർ. ഓപ്പൺ ദി ഡോർ. അവിടെ ഡോർ വരുമ്പോഴത്തേക്കും വോയിസ് താണു വരുന്നു. സോ ഇതിലും falling intonation ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. falling intonationൻ്റെ നെക്സ്റ്റ് യൂസ്, falling intonation is used in exclamations. For example, what a lovely thing. അവിടെ തിങ് എന്ന ഫൈനൽ വേർഡിൽ വോയിസ് ലെവൽ താണു വരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇത്തരം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ നമ്മൾ falling intonation ആണ് യൂസ് ചെയ്യുക. ദെൻ അനദർ യൂസ്, falling intonation is used in tag questions asked to someone agree. അതായത് ടാഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ കേൾക്കുന്ന ആളുടെ ഒരു എഗ്രി കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ falling intonation ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ എം നോട്ട് ലേറ്റ്, ആം ഐ? ഇങ്ങനെയുള്ള ടാഗ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ falling intonation ആണ് യൂസ് ചെയ്യുക. ഇനി റൈസിംഗ് ഇൻറ്റോണേഷൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് യൂസ്, റൈസിംഗ് ഇൻറ്റോണേഷൻ ഈസ് യൂസ്ഡ് ഇൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ റൈസിംഗ് ഇൻറ്റോണേഷൻ ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ക്യാൻ യു ഹെൽപ്പ് മീ? ക്യാൻ യു ഹെൽപ്പ് മീ എന്ന സെൻറ്റൻസിൽ ഹെൽപ്പ് എന്നതാണ് കണ്ടൻറ് വേർഡ്. ആ സെൻറ്റൻസിൻ്റെ അവസാനം വരുന്ന കണ്ടൻറ് വേർഡ് ഹെൽപ്പ് എന്നതാണ്. ആ ഹെൽപ്പ് എന്ന് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവിടെ വോയിസ് ലെവൽ, പിച്ച് ലെവൽ കൂടി വരുവാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ക്യാൻ യു ഹിയർ മീ? അവിടെ ഹിയർ എന്ന വേർഡ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വോയിസ് ലെവൽ കൂടി വരുന്നു. ദെൻ നെക്സ്റ്റ് യൂസ്, റൈസിംഗ് ഇൻറ്റോണേഷൻ ഈസ് യൂസ്ഡ് ഇൻ പൊളൈറ്റ് റിക്വസ്റ്റ് ആൻഡ് ഗ്രീറ്റിംഗ്സ്. ഫോർ എക്സാമ്പിൾ, ഗ്രീറ്റിംഗ്സ് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്. അവിടെ മോർണിംഗ് എന്ന് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വോയിസ് ലെവൽ കൂടി വരുന്നു. ദെൻ പൊളൈറ്റ് റിക്വസ്റ്റ്, കുഡ് യു ലെൻഡ് മീ യുവർ പെൻ? കുഡ് യു ലെൻഡ് മീ യുവർ പെൻ? അവിടെയും റൈസിംഗ് ടോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് യൂസ്, റൈസിംഗ് ഇൻറ്റോണേഷൻ ഈസ് യൂസ്ഡ് ഇൻ ടാഗ് ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ കമാൻഡ്സ്. കമാൻഡ്സിന് ശേഷം ടാഗ് ക്വസ്റ്റ്യൻസിൽ റൈസിംഗ് ഇൻറ്റോണേഷൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, സ്റ്റോപ്പ് ടോക്കിംഗ്, വോണ്ട് യു? ഗെറ്റ് ഔട്ട്, വിൽ യു? അവിടെ ആ യു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വോയിസ് ലെവൽ, പിച്ച് ലെവൽ കൂടി വരുന്നു. ഓക്കെ. സോ ഇവിടെയും റൈസിംഗ് ഇൻറ്റോണേഷൻ യൂസ് ചെയ്തിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് യൂസ്, ആസ്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ പറഞ്ഞു ഓർഡിനറി സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ falling intonation ആണ് യൂസ് ചെയ്യുക. അതേസമയം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുമ്പോൾ അത് റൈസിംഗ് ഇൻറ്റോണേഷൻ ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, യു വെൻറ്റ് ടു ദി ജിം. യു വെൻറ്റ് ടു ദി ജിം. അനദർ എക്സാമ്പിൾ, യു ആർ നോട്ട് ഹംഗ്രി. യു ആർ നോട്ട് ഹംഗ്രി. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളിലൊക്കെ നമ്മൾ റൈസിംഗ് ഇൻറ്റോണേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി റൈസ് ഫാൾ ഇൻറ്റോണേഷൻ എന്താണെന്ന് നോക്കാം. റൈസ് ഫാൾ ഇൻറ്റോണേഷൻ ഡിസ്ക്രൈബ്സ് ഹൗ ദി വോയിസ് റൈസസ് ആൻഡ് ദെൻ ഫാൾസ്. അതായത് ഒരു സെൻറ്റൻസിൽ ആ സെൻറ്റൻസിൻ്റെ ആദ്യം വോയിസ് റൈസ് ചെയ്യും, അതിനുശേഷം വോയിസ് ഫോൾ ചെയ്യും. ഇങ്ങനെയാണ് റൈസ് ഫോൾ ഇൻറ്റോണേഷനിൽ പിച്ച് ലെവൽ വരുന്നത്. ഓക്കെ. ഇനി റൈസ് ഫോൾ ഇൻറ്റോണേഷൻ്റെ യൂസസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, in stating a list using rising intonation in the first series of items. Then use a falling intonation on the last item to indicate that the list has ended. അതായത് ഒരു ലിസ്റ്റ് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സീരീസ് ഓഫ് ഐറ്റംസിൽ നമ്മൾ റൈസിംഗ് ഇൻറ്റോണേഷൻ യൂസ് ചെയ്യുന്നു. അതിനുശേഷം
ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗത്ത് ഫോളിംഗ് ഇൻറ്റോണേഷൻ യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഭാഗത്ത് ഫോളിംഗ് ഇൻറ്റോണേഷൻ യൂസ് ചെയ്യുന്നത്? എങ്കിൽ മാത്രമേ ആ ലിസ്റ്റ് അവിടെ കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഷീ ബോട്ട് സം ബ്രെഡ്, മീറ്റ്, പാസ്ത ആൻഡ് ആപ്പിൾസ്. ഷീ ബോട്ട് സം ബ്രെഡ്, മീറ്റ്, പാസ്ത ആൻഡ് ആപ്പിൾസ്. അവിടെ ബ്രെഡ്, മീറ്റ്, പാസ്ത അവിടെയൊക്കെ റൈസിങ് ഇൻറ്റോണേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ആപ്പിൾസ്. ആപ്പിൾസ് എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റ് അവിടെ എൻഡ് ചെയ്യുക. അപ്പോൾ ഫാളിംഗ് ഇൻറ്റോണേഷൻ യൂസ് ചെയ്തിരിക്കുന്നു. ദെൻ സെക്കൻഡ് യൂസ്, വെൻ യൂസ്ഡ് ഇൻ ചോയ്സസ് വി സേ, അതായത് ഒരു ചോയ്സിനെ സൂചിപ്പിക്കുന്ന ഒരു സെൻറ്റൻസിലാണെങ്കിൽ നമ്മൾ ആദ്യം റൈസിങ് ഇൻറ്റോണേഷൻ യൂസ് ചെയ്യുന്നു, പിന്നെ ഫോളിംഗ് ഇൻറ്റോണേഷൻ യൂസ് ചെയ്യുന്നു. വുഡ് യു ലൈക്ക് ടു ഹാവ് ടീ ഓർ കോഫി? അവിടെ ടീ റൈസിങ് ഇൻറ്റോണേഷൻ യൂസ് ചെയ്തിരിക്കുന്നു, കോഫി ഫോളിംഗ് ഇൻറ്റോണേഷൻ യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ. ദെൻ ലാസ്റ്റ് യൂസ് ഇൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ ആദ്യം റൈസിങ് ഇൻറ്റോണേഷനും, അതായത് ആദ്യത്തെ ഭാഗത്ത് റൈസിങ് ഇൻറ്റോണേഷനും ലാസ്റ്റ് പാർട്ടിൽ ഫോളിംഗ് ഇൻറ്റോണേഷനുമാണ് യൂസ് ചെയ്യുന്നത്. അൺലെസ് ഷീ ആസ്ക്സ് ഐ വിൽ സ്റ്റേ സൈലൻറ്റ്. അൺലെസ് ഷീ ആസ്ക്സ് ഐ വിൽ സ്റ്റേ സൈലൻറ്റ്. അവിടെ അൺലെസ് ഷീ ആസ്ക്സ്, അവിടെ ആസ്ക്സ് വരുമ്പോൾ അവിടെ റൈസിങ് ടോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഐ വിൽ സ്റ്റേ സൈലൻറ്റ്. സൈലൻറ്റ് വരുമ്പോൾ ഫോളിംഗ് ടോൺ യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് ലാസ്റ്റ് സുപ്രാസെഗ്മെൻ്റൽ ഫീച്ചറായിട്ടുള്ള ജങ്ചറാണ് എടുക്കാൻ പോകുന്നത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.